പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ എസ്.ഐ സാബു ആണെങ്കിൽ വിശ്വത്തെ കുറേ അടിക്കുന്നുണ്ട്. പക്ഷേ വിക്രം എവിടെയാണെന്ന് മാത്രം അയാൾക്ക് കിട്ടുന്നില്ല. 3 പേരെ അടിച്ചൊരു പരുവാക്കിയിട്ടുണ്ട്. വിശ്വമാണെങ്കിൽ അടിച്ചപ്പോൾ വാ പൊത്തി നിന്നതുകൊണ്ട് തന്നെ വിശ്വത്തിൻ്റെ സൗണ്ട് പുറത്ത് കിട്ടില്ല. അപ്പം അടിയെല്ലാം കഴിഞ്ഞ് വിശ്വ ഷർട്ടൊക്കെ നേരെ ഇട്ടുണ്ട് കണ്ണൊക്കെ തുറച്ച് പുറത്തേക്ക് വരികയാണ്. തന്നെ അടിച്ച കാര്യം മാഷ് അറിയില്ലല്ലോ, അതിന് വേണ്ടിയാണ് വിശ്വ അങ്ങനെ ചെയ്തത്. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ മാഷാണെങ്കിൽ അടി കൊണ്ടൊരു പരുവായിട്ട് അവിടെ ഇരിക്കുന്നു. വിനായകനും അടുത്തിരിപ്പുണ്ട്. ഓടി വരികയാണ് വിശ്വ. അച്ഛാ 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 എന്നും പറഞ്ഞിട്ട് ഓടി വരികയാണ്. എന്നെ അവരൊന്നും ചെയ്തില്ല അച്ഛാ, എന്നെ അടിച്ചോ ഉപദ്രവിച്ചോ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് വിശ്വ ഓടി വന്ന് മാഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് മാഷിനൊരു ആശ്വാസമാവുന്നത്. മാഷാണെങ്കിൽ സങ്കടത്തോടെ വിശ്വത്തിൻ്റെ ദേഹത്തോട്ട് കിടക്കുകയാണ്. എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല അച്ഛാ, എന്നെ ഒന്നും അവർ ചെയ്തിട്ടില്ല എന്ന് പറയാണ്. അപ്പം എസ്.ഐ സാബുവിൻ്റെ അടുത്ത് കോൺസ്റ്റബിൾ എന്ന് പറയാണ്, സാറേ വെറുതെ അവരെ ഇവിടെ പിടിച്ച് വെക്കാനും പറ്റത്തില്ല. അവരിങ്ങനെ ഉപദ്രവിച്ചെന്ന് അവർ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി വരെ പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് അവരെ വിട്ടയക്കുന്നതായിരിക്കും സാറേ നല്ലത് എന്ന് പറയണം. അപ്പോൾ സാബു പറയാണ്, എന്നെങ്കിൽ അങ്ങ് വിട്ടയച്ചേരെ, അവൻ എവിടാന്നുള്ള ഒരു വിവരവും കിട്ടിയില്ല, പറഞ്ഞു വിട്ടേരെ, ഇനി ഇവിടെ ഇരുത്തണ്ട എന്ന് സാബു പറയുകയാണ്. അങ്ങനെ കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞിട്ട് പറയാണ്, 3 പേരും പൊക്കോ, അവൻ്റെ എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളിവിടെ അറിയിക്കണം എന്ന് പറയാണ്. അപ്പോൾ സാബു ഇങ്ങോട്ട് വന്നിട്ട് വിശ്വൻ്റെ അടുത്തും വിനായകൻ്റെ അടുത്തും മാഷിൻ്റെ അടുത്ത് പറയാണ്, പറഞ്ഞേട്ടല്ലേ, അവൻ അവിടെ എങ്ങാണ് എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം എന്ന് പറയുകയാണ്. അന്നേരം മാഷ് പറയാണ്, ഞങ്ങൾ ആദ്യമേ പറഞ്ഞില്ലേ സാറേ വിക്രം എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന്. പക്ഷെ സാർ അത് കേട്ടില്ല, ഞങ്ങളെ ഉപദ്രവിച്ച് ഈ പരുവാക്കി. അപ്പം സാബു ആണെങ്കിൽ പറയാണ്, കൂടുതൽ നിന്ന് സംസാരിക്കാതെ മര്യാദയ്ക്ക് പൊക്കോണാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അവർ 3 പേരും പോവുകയാണ്. വീട്ടിലാണെങ്കിൽ കമലയും നന്ദിനിയും ശ്രീജയൊക്കെ കാത്തിരിക്കുകയാണ്. ഒന്നും അറിയാൻ വയ്യ. പോലീസ് സ്റ്റേഷനിലേക്ക് പോയവരാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അതേപോലെ തന്നെ അവരെ തിരിച്ച് കണ്ടതുമില്ല. അപ്പോൾ കമലമ്മയ്ക്ക് ആകെപ്പാടെ ടെൻഷൻ വരുന്നുണ്ട്. അപ്പം ശ്രീജ പറയാണ്, അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട, അവരിപ്പം ഇങ്ങനെ എത്തും, അവർ 3 പേരും ഉണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ നന്ദിനി പറയാണ്, ഇനിയെങ്ങാനും പോലീസുകാരവിടെ പിടിച്ചിട്ട് ഉപദ്രവിക്കെങ്ങാനും ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേ കമലമ്മയ്ക്ക് വീണ്ടും ടെൻഷൻ. ശ്രീജ പറയാണ്, നീ ആവശ്യമില്ലാത്തൊന്നും പറയാതെ, അവരിപ്പം ഇങ്ങനെ എത്തും എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് അവർ 3 പേരും ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുമ്പോൾ തന്നെ വിനായകനാണെങ്കിൽ വെയ്യാത്ത മാതിരിയാണ് നടന്നു വരുന്നത്. പക്ഷേ വിശ്വവും മാഷും കമലമ്മയൊന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരുവിധം നന്നായിട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെ വരുന്ന കാണുമ്പോൾ തന്നെ നന്ദിനി ഓടിച്ചിരുന്നുണ്ട്. എന്താ വിനായേട്ടാ, എന്ത് പറ്റി? അപ്പോൾ വിനായകൻ പറയാണ്, ഇനി എന്ത് പറ്റണ്ട എല്ലാം പറ്റി എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് കമലയെ ഓടി വന്നിട്ട് ചോദിക്കുന്നത്, എന്താ മാഷേ എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, വിക്രം ഇവിടെ വന്നിട്ടുണ്ട്, വിക്രം ഇപ്പോൾ എവിടെ ഒളിച്ചിരിക്കുന്നത് അതൊക്കെ ചോദിച്ചാണെന്ന് പറയാണ്. അല്ല വിനായകൻ എന്താ വല്ലാതിരിക്കുന്നത്, വിഷു ഉണ്ടല്ലോ, എന്ത് പറ്റി എല്ലാവർക്കും? ഒന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് വരികയാണ്. അപ്പം വിനായകൻ പറയാണ്, ഇനി എന്ത് അവർ ഞങ്ങളെ 3 പേരെയും പഞ്ചറാക്കിയെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് കമലമ്മ ഭയങ്കര കരച്ചിലാണ്. മാഷിനെ അടിച്ചോ എന്ന് ചോദിക്കുകയാണ്. എന്നെ ഒന്നും ചെയ്തില്ല എന്ന് പറയാണ്. വിനായകൻ പറയാണ്, ഡി നന്ദിനി, എനിക്കിത് ചൂടുവെള്ളം ഉണ്ടാക്കുക, ദേഹമാകപ്പാടെ വേദന, എന്ത് പറ്റി വിനായകേട്ടാന്ന് ചോദിക്കുകയാണ്. അപ്പം ഷർട്ട് പൊക്കി കാണിക്കുകയാണ്, ഇത് എന്ത് പറ്റി? അപ്പം വിനായകൻ പറയാണ്, അവന്മാർ വിക്രത്തെ കാണാത്തതിനോട് ആ ദേഷ്യം മൊത്തം ഞങ്ങളോട് തീർത്ത് എന്ന് പറയുകയാണ്. അപ്പോൾ നീ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കാൻ പറയുകയാണ്. അപ്പോൾ നന്ദിനി ഓടിപ്പോയി ചൂടുവെള്ളം ഉണ്ടാക്കാനൊക്കെ പോകുന്നുണ്ട്. ശ്രീജ വിഷുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മാഷിൻ്റെ മുന്നിൽ വെച്ച് പറയാണ്. അപ്പോഴത്തേക്കും നന്ദിനിയാണെങ്കിൽ ചൂട് വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ട് വിനായകന് ചൂട് പിടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയാണ്, എന്തായാലും ആ വിക്രം കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്, അവന്മാരെന്തിനാ നിങ്ങളെ എടുത്തിട്ടടിച്ചേ, വിക്രം ഒളിവിൽ പോയതിന് നമ്മളെന്ത് ചെയ്ത്, അവനല്ലേ കൊന്നെന്ന് പറയുന്നത്, ഇനി നമ്മളെന്ത് ചെയ്തെന്ന് പറയാണ്. അപ്പോൾ മാഷ് പറയാണ്, ചീത്ത സമയം വന്നപ്പോഴേ നീർക്കോലികൾ വരെ തല പൊക്കുക, അതുകൊണ്ടല്ലേ അവന്മാരെല്ലാം ഇപ്പം നമ്മളെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെട്ടത്. വിക്രം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെങ്ങാണ് സംഭവിക്കുക, വിക്രം ഇവിടെ ഇല്ലെന്നും അവന്മാരെ തിരിച്ച് ഒന്നും ചെയ്യത്തില്ല എന്നുള്ള ധൈര്യമാണ് ഇപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ കണ്ടതെന്ന് മാഷ് ഭയങ്കര ദേഷ്യത്തോടെ മാഷിയോടും പറയുകയാണ്. അത് കേൾക്കുന്ന നന്ദിനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നന്ദിനി ഇങ്ങനെ ദേഷ്യം അച്ഛനെ ഇങ്ങനെ നോക്കുവാണ്. അപ്പം എന്നിട്ട് പറയാണ്, ഇതിനെല്ലാം കാരണം ആ വിക്രം അല്ലേ അച്ഛാ എന്ന് ചോദിക്കുകയാണ്. അപ്പം മാഷ് പറയാണ്, നന്ദിനി എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കൽ, നിൻ്റെ ഭർത്താവാണ് അവനെ ഇതിലേക്കെല്ലാം ആദ്യം തള്ളിവിട്ടത്, അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പങ്ക് നിൻ്റെ ഭർത്താവും കൂടെ അനുഭവിക്കുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയണം. അത് കേൾക്കുമ്പോഴത്തേക്കും നന്ദിനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. വിനായകൻ പറയുന്നത്, മിണ്ടായിരിയടി, നീ പറ്റുമെങ്കിൽ തടയുത്ത എന്ന് പറയുകയാണ്. അങ്ങനെ നന്ദിനി ചൂട് പിടിച്ചു കൊടുക്കുകയാണ്. ഭയങ്കര ദേഷ്യത്തിലാണ്, എന്നാലും ചൂടൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുറി ചെല്ലുന്ന വിശ്വനാണെങ്കിൽ ശ്രീജയുടെ അടുത്ത് പറയുകയാണ്, എന്നെ ഒത്തിരി ഉപദ്രവിച്ച്, ഞാനാണെങ്കിൽ എൻ്റെ കരച്ചിൽ പുറത്ത് വെക്കാതിരിക്കാൻ വേണ്ടി വാ പൊത്തി പിടിച്ചിരുന്ന് അച്ഛൻ കേട്ട് കഴിഞ്ഞാൽ അച്ഛന് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റത്തില്ല,
അപ്പോഴത്തേക്ക് ശ്രീജ വന്നതെന്നുണ്ടെങ്കിൽ ഷർട്ട് പൊക്കി നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി അടിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രീജ പറയാണ്, വിശ്വേട്ടാ ഇത് നന്നായിട്ട് പാടുണ്ടല്ലോ, അവർ നന്നായിട്ട് ഉപദ്രവിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീജ കരയാണ്. നീ വിഷമിക്കേണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് അച്ഛനടുത്ത് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അച്ഛനത് താങ്ങാൻ പറ്റത്തില്ല എന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. ഈ സമയത്താണെങ്കിൽ വേദയുടെ വീട്ടിലാണെങ്കിൽ വേദ ദീപ്തിയായിട്ട് സംസാരിക്കുകയാണ്. അപ്പം വേദ പറയാണ്, നീ ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ വിക്രമാണ് ഇതൊക്കെ ചെയ്തതെന്ന്? ഒരിക്കലുമല്ല, വിക്രം അങ്ങനെ ചെയ്യത്തില്ല. അപ്പം ദീപ്തി പറയാണ്, എനിക്ക് വേദയുടെ സാര ഉപദേശമൊന്നും വേണ്ട. വേദ ചോദിക്കണം, എന്താ മോളെ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിനക്ക് തോന്നുന്നുണ്ടോ വിക്രം വരുണിനെ അങ്ങനെ ചെയ്യുമെന്ന്? അപ്പം ദീപ്തി പറയാണ്, ഞാൻ ആരെയും വിശ്വസിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ പേരും പറഞ്ഞ് ഞാൻ കരഞ്ഞു പിടിച്ചിരിക്കുമെന്നും വിചാരിക്കണ്ട. ഞാൻ എൻ്റേതായ കാര്യങ്ങൾ നോക്കും, അതുറപ്പാണ്. അപ്പോൾ വേദ പറയാണ്, അങ്ങനെ വേണ്ടെന്ന് ആര് പറഞ്ഞ്? പക്ഷേ നിൻ്റെ തെറ്റിദ്ധാരണ മാറണം. വിക്രമല്ല അത് ചെയ്തേ, അത് നിനക്ക് തോന്നുന്ന ഒരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പറയാണ്. അപ്പം ദീപ്തി പറയാണ്, എന്തായാലും അതിൻ്റെ സത്യം പുറത്തു വരുമല്ലോ, അന്ന് ഞാൻ വിക്രം ചേട്ടനോടുള്ള തെറ്റിദ്ധാരണ അങ്ങ് മാറ്റിക്കോളാം എന്ന് പറയാണ്. വേദ എത്ര പറഞ്ഞിട്ടും ദീപ്തി കേൾക്കാൻ തയ്യാറാവുന്നില്ല. ദീപ്തിയാണെങ്കിൽ ഇപ്പോഴും വിക്രമാണ് അതിൻ്റെ പിന്നിലെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ രാത്രിയായപ്പോൾ വേദ വിക്രത്തെ വിളിക്കാൻ ഇഷിതയുടെ ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ്, ഇന്ന് തന്നെ അവിടുന്ന് മാറണം, ഇങ്ങോട്ട് വരണം, ഇഷിതയുടെ കാറിൽ വിക്രം വരണം, ഞാനിവിടെ വിക്രത്തെ കാത്തിരിക്കും രാത്രിയിലെന്ന് പറയുകയാണ്. അപ്പം വിക്രം ചോദിക്കുന്നുണ്ട്, വേണോ വേദേ? അവിടെ വന്നു കഴിഞ്ഞാൽ നീ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല, ഭയങ്കര പ്രശ്നമായിരിക്കും, എപ്പോൾ വേണമെങ്കിലും ഞാൻ പിടിക്കപ്പെടും, കൂടെ നീയും അതിൽ പെടും എന്ന് പറയാണ്. അപ്പം വേദ പറയാണ്, അതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്, ഇപ്പം വിക്രമത്തിന് ഏറ്റവും പറ്റിയ സ്ഥലം ഇവിടെ തന്നെയാണെന്ന് പറയാണ്. അങ്ങനെ വിക്രം പറയാണ്, ശരി എന്നെങ്കിൽ ഞാൻ റെഡിയാവാം എന്ന് പറയണം. അപ്പം അശ്വിത വന്നിട്ട് ഫോൺ വാങ്ങിച്ചോട്ട് പറയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം, വേദ അവിടെ കാത്തിരിക്കും എന്ന് പറയാണ്. അപ്പം വിക്രം പറയാണ്, പോവാം. എന്നിട്ട് ഇഷിതയെടുത്ത് പറയാണ്, ഡോക്ടർ ഇത്രയും വലിയൊരു സഹായം ചെയ്തു തന്നതിന് നന്ദിയുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഇഷിത പറയാണ്, എനിക്ക് നന്ദിയൊന്നും വേണ്ട, ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് ചെയ്തു കൊടുത്ത സഹായം അത്രയേ ഉള്ളൂ, അവളുടെ ജീവൻ്റെ ജീവനായ വിക്രത്തെ രക്ഷിക്കല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് വിക്രത്തോട് ഇഷിത ചോദിക്കണം. അപ്പം വിക്രം ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് ഇഷിത പതുക്കെ വിക്രത്തെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വേദയുടെ വീട്ടിലേക്ക് പോകാൻ ഉറങ്ങുകയാണ്. പതുക്കെ പതുക്കെ പിച്ച വെച്ച് നടക്കുകയാണ് വിക്രം. കയ്യിൽ ഇഷിതയും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പതുക്കെ കൊണ്ടുവന്ന് കാറിൽ കയറ്റുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും നേരെ വേദയുടെ വീട്ടിലേക്ക് പോവുകയാണ്.